when I was asked which are the constituencies where I have to go in campaign in Kerala, I said one constituency that I have to absolutely go to is this one. എന്നോട് കേരളത്തിലെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഞാൻ പ്രചരണ പ്രവർത്തനത്തിന് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിൽ എനിക്ക് ഉറപ്പായും പോകേണ്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഈ പുതുപ്പള്ളി മണ്ഡലമാണെന്നാണ്. And the reason was Oommen Chandy ji represented you for 50 years. He acted as a guide for you and for the people of Kerala. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിജി അദ്ദേഹം 50 വർഷങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയായിരുന്നു. അതുമാത്രമല്ല ഈ 50 വർഷക്കാലം അദ്ദേഹം നിങ്ങൾക്കൊരു വഴികാട്ടിയായിരുന്നു. അതുപോലെ കേരളത്തിലെ ജനങ്ങൾക്കും അദ്ദേഹം ഒരു വഴികാട്ടിയായിരുന്നു. And we remember him fondly. I remember during the Bharat Jodo Yatra when I told him please do not walk, he was insisting on walking even though he was not well. അദ്ദേഹത്തെ ഞങ്ങൾ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഇന്നും ഓർക്കുന്നത്. ഞാൻ ഓർക്കുകയാണ് ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ നടക്കണ്ട, പക്ഷെ അദ്ദേഹം നിർബന്ധിക്കുകയായിരുന്നു ഭാരത് ജോഡോയുടെ യാത്രയുടെ ഭാഗമായി നടക്കാൻ. And his funeral procession took 30 hours, so that should give you a sense of what the ex-Chief Minister of Kerala, Oommen Chandy ji was. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര 30 മണിക്കൂറുകൾ എടുത്തു ഇവിടെ എത്താൻ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു, എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത്. And that is why I said that I will come here and campaign for his son. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി പ്രചരണം നടത്തുമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. Rubber is a big issue in the Kerala election. ഇന്നത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് റബ്ബർ എന്നുള്ളത്. 90% of rubber is grown here. 90% റബ്ബറും ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. And Kottayam is known as the land of latex. ലാറ്റക്സിന്റെ നാട് എന്നറിയപ്പെടുന്ന നാടാണ് കോട്ടയം. The rubber industry consists of many small farmers who have to face the instability of the market every day. റബ്ബർ കർഷകർ എന്ന് പറയുന്നത്, റബ്ബർ വ്യവസായം എന്ന് പറയുന്നത് അതിൽ ധാരാളം ചെറുകിട കർഷകരുണ്ട്. വിപണിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വങ്ങൾ ഓരോ പ്രാവശ്യവും ദിവസവും നേരിടേണ്ടി വരുന്ന ആളുകളാണ് ഈ ചെറുകിട റബ്ബർ കർഷകർ എന്ന് പറയുന്നവർ. The left front made a commitment to these farmers some years back. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ മുന്നണി ഈ റബ്ബർ കർഷകരോട് അവർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി. In their 2016 manifesto, they promised that they will maintain rubber prices at 250 rupees. അവരുടെ 2016 പ്രകടന പത്രികയിൽ അവരൊരു വാഗ്ദാനം നൽകുകയുണ്ടായി 250 രൂപയായി റബ്ബറിന്റെ വില നിലനിർത്തുമെന്നത്. And you know the reality of what happened. നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചതെന്നതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം. They did not fulfill their promise over the last 10 years. കഴിഞ്ഞ 10 വർഷങ്ങളായി അവരവരുടെ വാഗ്ദാനം പാലിച്ചിട്ടില്ല. And in 2026 they have announced a price of 200 rupees. അത് മാത്രമല്ല 2026 അവര് 200 രൂപ എന്ന വിലയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. When today the market price is 220. ഇന്ന് മാർക്കറ്റ് പ്രൈസ് വിപണിയിലെ വില എന്ന് പറയുന്നത് 220 രൂപയാണ്. We are not in the business of making fake promises. ഞങ്ങൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നതിലുള്ള ആളുകളല്ല. We are in the business of protecting our farmers. ഞങ്ങൾ ഈ നാട്ടിലെ കർഷകരെ സംരക്ഷിക്കുന്ന ആളുകളാണ്. And making sure that their lives are easier and more comfortable. നമ്മുടെ നാട്ടിലെ കർഷകരുടെ ജീവിതം എളുപ്പമുള്ളതും അവർക്ക് കൂടുതൽ സുഖകരമായ ഒരു ജീവിതം ഉറപ്പാക്കുക എന്നതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. That is why the first cabinet meeting of the next UDF government will fix the price of rubber at 250 rupees. അതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇനി അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ റബ്ബറിന്റെ വില ഞങ്ങൾ 250 രൂപയായി പ്രഖ്യാപിച്ചിരിക്കും. In fact, that will be the first decision that the cabinet of Kerala is going to take when it is formed. അതുമാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ക്യാബിനറ്റ് എടുക്കാൻ പോകുന്ന ആദ്യത്തെ തീരുമാനം അതായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. In our manifesto we have said that we will raise the price to 300 rupees a kilo. അതുമാത്രമല്ല ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് റബ്ബറിന്റെ വില കിലോയ്ക്ക് 300 രൂപയായി ഞങ്ങൾ ഉയർത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And it is our commitment that on the first day of the new government the price will be 250
and then it will go up to 300. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ഐക്യ ജനാധിപത്യ ഗവൺമെന്റ്, മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം റബ്ബറിന്റെ വില 250 രൂപയായിരിക്കും. അതുമാത്രമല്ല, അതിനുശേഷം റബ്ബറിന്റെ വില 300 രൂപയായി ഉയരുകയും ചെയ്യും. And we are doing this because we believe that farmers and laborers are the foundation of this state and of our country. ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർഷകരും തൊഴിലാളികളുമാണ് ഈ രാജ്യത്തിന്റെയും ഈ സംസ്ഥാനത്തിന്റെയും ഈ രാജ്യത്തിന്റെയും അടിത്തറയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. Mr. Narendra Modi signed the US deal where he gave away the future of all India's farmers. നരേന്ദ്രമോദി US-ഉമായിട്ട് അമേരിക്കയുമായി ഏർപ്പെട്ട കരാറിൽ ഇന്ത്യയിലെ കർഷകരുടെ മുഴുവൻ ഭാവി അവർക്ക് തീരെഴുതി കൊടുക്കുകയാണ് ചെയ്തത്. He is the first prime minister in modern India's history who has opened agriculture to the international market. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആഗോളതലത്തിലുള്ള വിപണിക്ക് തുറന്നുകൊടുത്ത ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. He is the first prime minister of India, modern India, who has given away our energy security. നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെ തീരെഴുതി കൊടുത്ത ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. Today India cannot buy oil, cannot buy petrol, cannot buy diesel from who it wants. ഇന്ത്യക്ക് ഇന്ന് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമോ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പെട്രോളോ ഡീസലോ എണ്ണയോ ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. Imagine there is a financial earthquake that is coming because of what has happened in the Middle East, and India, a country of 1.4 billion people, cannot buy oil from who it wants. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് മധ്യേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിന്റെ ഫലമായി ഇവിടെ ഒരു സാമ്പത്തികമായ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നുള്ളത്. If India wants to buy oil from Russia, from Iraq, from Iran, from Saudi Arabia, it can only do so after taking permission of Donald Trump. ഇന്ത്യക്ക് ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ എണ്ണ വാങ്ങിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി നേടിയതിനു ശേഷം മാത്രമേ ഇന്ത്യക്ക് ഇന്നത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. There can be nothing more shameful than this. ഇതിനേക്കാൾ ലജ്ജാകരമായി സംഭവിക്കാൻ മറ്റൊന്നുമില്ല. An independent country has to ask the United States for permission from who to buy oil. ഒരു സ്വതന്ത്ര പരമാധികാരമായ രാജ്യമായ നമുക്ക് ആരിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്നത് അമേരിക്കയുടെ അനുവാദം തേടി മാത്രം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. And you are going to see that the people of Kerala and the people of India are going to pay the price for this decision. ഈ തീരുമാനത്തിന് വില കൊടുക്കാൻ പോകുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളാണെന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. The instability of the war is going to show it in the next couple of months. ഇനി വരുന്ന മാസങ്ങളിൽ ഈ യുദ്ധം ഉണ്ടാക്കുന്ന അസ്ഥിരത നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. He has handed entire data of India to the United States. അതുമാത്രമല്ല, നരേന്ദ്രമോദി ഇന്ത്യയുടെ മുഴുവൻ ഡേറ്റ, ഇന്ത്യയുടെ മുഴുവൻ വിവരശേഖരവും അമേരിക്കയ്ക്ക് നൽകിയിരിക്കുകയാണ്. They can store it wherever they like. അവർക്ക് എവിടെ ഇഷ്ടമുള്ളോ അവിടെയൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഡേറ്റയും വിവരങ്ങളും അവർക്ക് They can use it any way they like. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ഉപയോഗിക്കാൻ സാധിക്കും. And in addition, Narendra Modi has committed that he will buy 9 lakh crore rupees of US products. അതുമാത്രമല്ല, ഇത് കൂടാതെ 9 ലക്ഷം കോടി വില മതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമെന്ന വാഗ്ദാനവും നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. What is going to happen to Make in India? ഇത് നടക്കുമ്പോൾ മേക്ക് ഇൻ ഇന്ത്യക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? He tells the people of India he wants to do Make in India, and then he tells Donald Trump, let us make in America. ഇന്ത്യയിലെ ജനങ്ങളോട് നരേന്ദ്രമോദി പറയുന്നു നമുക്ക് ഇന്ത്യയിൽ ഉൽപാദനം നടത്താം, എന്നിട്ട് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു നമുക്ക് അമേരിക്കയിൽ ഉൽപാദനം നടത്താം, നമുക്ക് മേക്ക് ഇൻ അമേരിക്ക നടത്താമെന്ന് അദ്ദേഹം പറയുന്നു. The reason is because he is compromised, he is controlled by the Americans and by Donald Trump. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒത്തുകളിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നതും അവർക്ക് വേണ്ടിയാണ്. It's very simple. There are 3.5 million Epstein files that are still locked up. അത് വളരെ ലളിതമാണ്. അവിടെ 3.5 ദശലക്ഷം എപ്സ്റ്റീൻ ഫയലുകൾ ഇന്നും പുറത്തു വരാത്തത് അവിടെയുണ്ട്. Mr. Narendra Modi's character will be known to the entire country if those are opened. ഈ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നാൽ നരേന്ദ്രമോദിയുടെ സ്വഭാവം എന്താണെന്ന് രാജ്യം മുഴുവൻ മനസ്സിലാവും. Everybody will know who Narendra Modi is and what he is. ആ ഫയലുകൾ പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദി ആരാണെന്നും എന്താണെന്നും രാജ്യം മുഴുവൻ മനസ്സിലാക്കും. And the other reason is Mr. Adani. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മിസ്റ്റർ അദാനിയാണ്. Adani is not a normal company. അദാനി എന്ന് പറയുന്നത് ഒരു സാധാരണ കമ്പനി അല്ല.
It is closely linked to the BJP. It is part of BJP's financial system. അത് ബി ജെ പിയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അത് ബി ജെ പിയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാണ്. Donald Trump and the Americans know every single piece of information about Adani. അദാനിയെ കുറിച്ചുള്ള എല്ലാ ചെറിയ വിവരവും ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയിലുള്ളവർക്കും അറിയാം. They know where money has gone, to whom money has gone, how money has flown. They know everything. അവർക്കറിയാം എവിടെയാണ് പൈസ പോയത്, ആർക്കാണ് പോയത്, എങ്ങനെയാണ് പോയത്. ആ എല്ലാ വിശദാംശങ്ങളും അമേരിക്കയിലുള്ളവർക്ക് അറിയാം. And to threaten Mr. Narendra Modi, they have put a case, a criminal case on Mr. Adani in America. അത് മാത്രമല്ല, നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി അദാനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് അമേരിക്കയിൽ നിലവിലുണ്ട്. Mr. Adani cannot go to the United States. Mr. Adani cannot travel abroad because if he does, he will be picked up. മിസ്റ്റർ അദാനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം യാത്ര ചെയ്താൽ അവർ അദ്ദേഹത്തെ പിടിച്ചകത്താക്കും. But they are not threatening Mr. Adani. They are threatening Mr. Modi. പക്ഷേ അവർ ഭീഷണിപ്പെടുത്തുന്നത് അദാനിയെ അല്ല, അവർ ഭീഷണിപ്പെടുത്തുന്നത് നരേന്ദ്രമോദിയാണ്. They are threatening to expose the BJP's financial system. അവര് ബി ജെ പിയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പുറത്തു കാട്ടും എന്നാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത്. And that is why Narendra Modi has opened India's agriculture to America, has signed away our data, has given up our energy security. അതുകൊണ്ടാണ് നരേന്ദ്രമോദി നമ്മുടെ ഡേറ്റ യു എസുമായിട്ടുള്ള ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. അതുപോലെ നമ്മുടെ ഡേറ്റ വിവരശേഖരം അവർക്ക് നൽകിയത്. അതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് കൈമാറിയത്. And the same way Donald Trump controls Mr. Modi controls the Chief Minister of Kerala. എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്, അതുപോലെയാണ് നരേന്ദ്രമോദി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത്. I want to ask you a simple question. In every single speech, Narendra Modi talks about religion, talks about temples, talks about Hinduism. ഞാൻ നിങ്ങളോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ. എല്ലാ പ്രസംഗങ്ങളിലും നരേന്ദ്രമോദി അമ്പലങ്ങളെക്കുറിച്ച് സംസാരിക്കും, മതത്തെക്കുറിച്ച് സംസാരിക്കും, ഹിന്ദുയിസത്തെക്കുറിച്ച് സംസാരിക്കും. He sells himself as a protector of Hinduism. ഞാൻ ഹിന്ദു മതത്തിന്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി സ്വയം വിൽക്കുന്നത്. The LDF government, LDF leaders stole gold from Sabrimala. ശബരിമലയിൽ നിന്ന് എന്നാൽ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ സ്വർണം കവർന്നെടുത്തു. They replaced gold of the temple with brass. സ്വർണത്തെ അവർ ചെമ്പ് കൊണ്ട് മാറ്റിവെച്ചു. Their leaders stole from the temple. അവരുടെ നേതാക്കളാണ് ശബരിമലയിൽ നിന്ന് മോഷണം നടത്തിയത്. No action was taken against them. അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. How come the protector of Hinduism comes to Kerala and does not say this? ഹിന്ദുയിസത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്ന ആള് കേരളത്തിൽ വന്നിട്ട് ഇത് കാണാത്തതും ഇതിനെ പറ്റി പറയാത്തതും എന്തുകൊണ്ടാണ്? How come Narendra Modi did not say the LDF has stolen from the Sabrimala temple, from Ayyappa? എന്തുകൊണ്ടാണ് ശബരിമലയിൽ നിന്ന് അയ്യപ്പന്റെ അമ്പലത്തിൽ നിന്ന് LDF മോഷ്ടിച്ചു എന്ന് നരേന്ദ്രമോദി എന്തുകൊണ്ടത് പറയുന്നില്ല? Because Narendra Modi wants a LDF government in Kerala. എന്തുകൊണ്ടെന്നാൽ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ വേണ്ടത് ഒരു LDF ഗവൺമെന്റ് ആണ്. I've got 36 cases against me. എനിക്കെതിരെ 36 കേസുകളുണ്ട്. I'm out on bail. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ജാമ്യത്തിലാണ്. ഞാൻ പുറത്തു I've been നിൽക്കുന്നത്. interrogated 55 times for 55 hours non-stop. ഒരു തുടർച്ചയായിട്ട് 55 മണിക്കൂറുകളാണ് എന്നെ ചോദ്യം ചെയ്തത്. Everybody knows anybody who stands up against Narendra Modi is attacked. എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിക്കെതിരെ ആര് നിൽക്കുന്നു അവരെല്ലാം ആക്രമിക്കപ്പെടുന്നു എന്ന് എല്ലാവർക്കും അറിയാം. Why is the Chief Minister of Kerala not being attacked? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ Why has he been not interrogated? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? Why are there no cases against him? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു കേസുകളും ഇല്ല? Why are his children not questioned? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മക്കളെ ചോദ്യം ചെയ്യാത്തത്? Because they are partners. എന്തുകൊണ്ടെന്നാൽ അവർ പങ്കാളികളാണ്, അവർ കൂട്ടുകച്ചവടം നടത്തുന്നവരാണ്. You ask any LDF worker and he will tell you that the LDF is not a left government. It is a corporate government. It is a Adani government. It is a Ambani government. നിങ്ങൾ LDFന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും പ്രവർത്തകരോട് ചോദിച്ചു നോക്കുക, അവർ പറയും ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, ഇത് മുതലാളിത്ത ഗവൺമെന്റ് ആണ്, ഇത് മുതലാളിത്ത ഗവൺമെന്റ് ആണ്, അദാനിയുടെ ഗവൺമെന്റ് ആണ് എന്ന് ഓരോ LDF പ്രവർത്തകരും പറയും. And the BJP knows that the left can never challenge them in India. അതുമാത്രമല്ല BJPക്ക് അറിയാം ഇടതുപക്ഷത്തിന് ഒരിക്കലും ഇന്ത്യയിൽ അവർക്കെതിരെ ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കില്ല എന്ന് BJPക്ക് അറിയാം. They know that only the Congress party
has the strength, the commitment and the ideology to challenge them. അവർക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ് BJP എതിർക്കാനുള്ള ധൈര്യവും പ്രതിബദ്ധതയും ആശയവും ഉള്ളതെന്ന് BJPക്ക് കൃത്യമായി അറിയാം. They know that only the Congress worker can challenge the BJP. അവർക്കറിയാം കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമാണ് BJPയെ വെല്ലുവിളിക്കാനാകുന്നതെന്ന് BJPക്ക് നന്നായി അറിയാം. And that is why they want a LDF government in this state. അതുകൊണ്ടാണ് അവർക്ക് കേരളത്തിൽ ഒരു LDF ഗവൺമെന്റ്, BJPക്ക് കേരളത്തിൽ ഒരു LDF ഗവൺമെന്റ് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് our job is to protect the people of Kerala. ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. To protect the weaker sections of Kerala. കേരളത്തിലെ ജനങ്ങളുടെ ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. I spoke to you about rubber workers and rubber farmers. ഞാൻ നിങ്ങളോട് റബ്ബർ കർഷകരെ കുറിച്ച് സംസാരിച്ചു. And I see there are many ladies and women in the crowd. എനിക്കറിയാം ഈ ജനക്കൂട്ടത്തിനിടയിൽ ധാരാളം സ്ത്രീകളുണ്ടെന്ന് എനിക്കറിയാം. We want you to be participants in Kerala. കേരളത്തിന്റെ വികസനത്തിൽ കേരളത്തിൽ നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾ പങ്കാളികളാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. In fact, I'm looking forward to the day when we have a woman Chief Minister of Kerala. ഞാൻ മുന്നോട്ട് നോക്കുകയാണ്. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുന്ന ദിവസത്തിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ്. See, the men are not clapping so loudly. നിങ്ങൾ നോക്കി, ഇവിടെ നിൽക്കുന്ന പുരുഷന്മാരെ വളരെ ശക്തിയായിട്ട് കൈയടിക്കുന്നില്ല. ഞാനത് പറയുന്നു. Women are clapping loudly. അവിടെയുള്ള സ്ത്രീകളാണ് നല്ല ശക്തിയായിട്ട് കൈകൊട്ടുന്നത്, ഉറക്കെ കൈകൊട്ടുന്നത്. So we want the women of Kerala to be able to fulfill their dreams. കേരളത്തിലെ സ്ത്രീകൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് കഴിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Whatever they want to do, we want them to succeed. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ നിങ്ങൾ വിജയകരമായി ചെയ്യണമെന്ന് ഞങ്ങൾ Whatever job they want to do, wherever they want to go, we want to allow them. നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ചെയ്യണമോ, എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കോ അതൊക്കെ ചെയ്യാൻ അവരെ സജ്ജീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. That is why every single woman in Kerala is going to travel for free on Kerala's buses. അതുകൊണ്ടാണ് കേരളത്തിലെ ഓരോ സ്ത്രീയും കേരളത്തിലെ KSRTC ബസ്സുകളിൽ UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ സൗജന്യമായി യാത്ര ചെയ്യാൻ പോകുന്നത്. And that is why every single college going girl in Kerala is going to get 1,000 rupees a month to support her. അതുകൊണ്ടല്ല കേരളത്തിലെ അത് മാത്രമല്ല കേരളത്തിലെ കോളേജിൽ പോകുന്ന ഓരോ പെൺകുട്ടിക്കും ഓരോ മാസം 1000 രൂപ ലഭിക്കാൻ പോകുന്നത്. We are going to increase welfare pension to 3,000 rupees. ഞങ്ങൾ അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്താൻ പോവുകയാണ്. And to help youngsters build businesses, we are going to give interest-free loans of up to 5 lakh rupees for the young. അതുമാത്രമല്ല ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി പലിശരഹിതമായി അവർക്ക് 5 ലക്ഷം രൂപയുടെ വായ്പ ഞങ്ങൾ നൽകാൻ പോവുകയാണ്. And we are going to have a new ministry for senior citizens. കേരളത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി, പ്രായമായവർക്ക് വേണ്ടി ഞങ്ങൾ പുതിയൊരു മന്ത്രാലയം തുടങ്ങാൻ പോവുകയാണ്. Now you are going to be thinking, okay, Rahul has come here. What are you doing in the memory of Women Chandiji? നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ആലോചിക്കേണ്ടായും, രാഹുൽ ഇവിടെ വന്നു, ഇനി താങ്കൾ അദ്ദേഹം എന്താണ് ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. The person we supported for 50 years. നിങ്ങൾ 50 വർഷം പിന്തുണച്ച ആ മനുഷ്യൻ. What are you doing in response to him? അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി, അദ്ദേഹത്തിന്റെ ഉള്ള ഒരു പ്രതികരണമായി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? So I want to tell you what we are doing. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. The Kerala government has destroyed Kerala's healthcare system. ഇന്നത്തെ കേരള ഗവൺമെന്റ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അപ്പാടെ നശിപ്പിച്ചിരിക്കുകയാണ്. In a time where healthcare should be becoming more affordable, it is becoming more and more expensive. ആളുകൾക്ക് കൂടുതൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാകേണ്ട കാലത്ത് അതിന് കൂടുതൽ വില കൂടി വരികയാണ്, ചെലവേറിയതായി മാറുകയാണ്. Chandiji was a compassionate leader who protected the people of Kerala. ശ്രീ ഉമ്മൻചാണ്ടിജി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ച സഹാനുഭൂതിയുള്ള ഒരു നേതാവായിരുന്നു. So in that spirit, we are naming our new healthcare program in his name. അദ്ദേഹത്തിന്റെ ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പുതിയ ആരോഗ്യ സംരക്ഷണ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ പേരിലാണ്. So now, after the UDF government comes to power, every single family will have 25 lakh rupees healthcare insurance for themselves. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി അവരുടെ പേരിൽ ഉണ്ടായിരിക്കും. So you will know that when someone in your family, someone you love falls sick, that person is protected. That person has 25 lakh rupees of healthcare to protect him.
അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നമ്മുടെ കുടുംബത്തിലെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുമോ വയ്യാതാവോ വരുമ്പോൾ ആ വ്യക്തിയെ സംരക്ഷിക്കാൻ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. And the whole of Kerala will know that Chandiji might not be physically with us, but he is with us and his name will be there every single time a person takes medical insurance in Kerala. അപ്പോൾ ഇന്ന് കേരളത്തിന് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കും, ഭൗതിക ശരീരം ശ്രീ ചാണ്ടിജിയുടെ ഭൗതിക ശരീരം നമ്മുടെ കൂടെ ഇല്ല, പക്ഷേ കേരളത്തിലെ ഓരോ വ്യക്തിയും മെഡിക്കൽ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമം, അത് ഓർമ്മ അവിടെ ഉണ്ടാവും. Doesn't matter if they have a heart problem, if they have cancer, if they break a bone, doesn't matter. 25 lakh rupees will be given to them as health insurance, as a protection for the future, and it will be done in Oman Chandi's name. ഒരാൾക്കൊരു ഹൃദയ സംബന്ധമായ പ്രശ്നമാകട്ടെ, ക്യാൻസർ ആവട്ടെ, എല്ലുകൾക്ക് പ്രശ്നമാകട്ടെ, എന്ത് പ്രശ്നം ഉണ്ടാകട്ടെ, എന്ത് അസുഖമാകട്ടെ, അവർക്ക് കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിജിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് അവർക്കൊരു സംരക്ഷണമായി ഇവിടെ ഉണ്ടാവും. What do the people of Kerala teach us? The people of Kerala teach us that humility is better than arrogance. കേരളത്തിലെ ജനങ്ങൾ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ധാർഷ്ട്യത്തിനേക്കാളും അഹങ്കാരത്തിനേക്കാളും ഏറ്റവും മികച്ചത് വിനയമാണെന്നാണ്. That love is more powerful than hatred. വിദ്വേഷത്തെക്കാളും ശക്തിയുള്ളത് സ്നേഹത്തിനാണെന്നാണ് കേരളത്തിലെ. That happiness cuts anger. ദേഷ്യത്തെ എതിർക്കുന്നത് സന്തോഷമാണ്, ഇല്ലാതാക്കുന്നത് സന്തോഷമാണെന്നാണ്. And that unity is better than division. വിഭജനത്തിലും ഏറ്റവും മികച്ച വിഭജനമല്ല വേണ്ടത്, പക്ഷെ ഐക്യമാണ് വേണ്ടത്. I was a member of parliament for 5 years and I must tell you this is what you taught me. ഞാൻ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ 5 വർഷം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതാണ് കേരളത്തിലെ ജനങ്ങൾ എന്നെ പഠിപ്പിച്ചത്. It does not matter which religion you come from, what your ideas are, what your thoughts are, Kerala will respect you. നിങ്ങൾ ഏത് മതത്തിലുള്ള ആളാവട്ടെ, നിങ്ങളുടെ ചിന്ത എന്താവട്ടെ, നിങ്ങളുടെ ആശയങ്ങൾ എന്താവട്ടെ, കേരളം നിങ്ങളെ ബഹുമാനിക്കും. And you celebrate each other's festivals. നിങ്ങൾ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഉത്സവങ്ങൾ, എല്ലാവരുടെയും ആഘോഷങ്ങൾ നിങ്ങൾ ആഘോഷിക്കുന്നു. I saw with my own eyes when there was a tragedy in Wayanad, how everybody, all religions suddenly came together and became one. വയനാട്ടിലൊരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു എങ്ങനെയാണ് എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നതെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. There is a strategy by the BJP, by the RSS to divide the country. ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള ഒരു തന്ത്രം BJPയുടെയും RSSന്റെയും ഭാഗമായിട്ടുണ്ട്. They want to divide religions, they want to divide languages, they want to divide cultures. അവർക്ക് മതങ്ങളെ വിഭജിക്കണം, അവർക്ക് ഭാഷകളെ വിഭജിക്കണം, അവർക്ക് സംസ്കാരങ്ങളെ വിഭജിക്കണം. They want to attack people who are not like them. അവരെ പോലെ അല്ലാത്ത എല്ലാ മനുഷ്യരെയും അവർക്ക് ആക്രമിക്കണം. This is not what Oman Chandiji taught. This is not what Narayana Guruji taught. ഇതല്ല ശ്രീ ഉമ്മൻചാണ്ടിജി പഠിപ്പിച്ചത്, ഇതല്ല ശ്രീ നാരായണ ഗുരു പഠിപ്പിച്ചത്. This is not the spirit of Kerala. ഇതല്ല കേരളത്തിന്റെ ആത്മാവ്, കേരളത്തിന്റെ മൂല്യം, ആത്മവീര്യം ഇതല്ല. Now suddenly we notice that an FCRA bill has been brought in. നമ്മളിപ്പോൾ പെട്ടെന്ന് കാണുകയാണ് ഒരു FCRA ബിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നു. And what is interesting is there is only one organization that can get money from abroad. അതിനകത്ത് വളരെ താല്പര്യമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് പണം സംഭാവനയായി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഒറ്റ സംഘടന മാത്രമേ ഉള്ളൂ. അത് No other organization can get money from abroad except the RSS. RSS അല്ലാതെ, ആ ബില്ലനുസരിച്ച് RSS അല്ലാതെ മറ്റൊരു സംഘടനയ്ക്കും വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാൻ സാധിക്കില്ല. Mr. Modi can get finance from abroad through Mr. Adani, and the RSS can get finance from abroad. Nobody else can get it. നരേന്ദ്രമോദിക്ക് അദാനി വഴി വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാം, RSSന് വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാം, മറ്റാർക്കും വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാൻ കഴിയില്ല. What is so special about the RSS that they have special rules for them? RSSന് വേണ്ടി മാത്രം പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാൻ RSSന് ഇത്രമാത്രം പ്രത്യേകത എന്താണുള്ളത്? They spread hatred, they spread anger, they divide people. അവരെ രാജ്യത്ത് മുഴുവൻ വിദ്വേഷം പരത്തുന്നു, ദേഷ്യം പരത്തുന്നു, രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നു. ഇതാണ് അവരുടെ പ്രത്യേകത. So that is the way the BJP functions. ഈ രീതിയിലാണ് BJP പ്രവർത്തിക്കുന്നത്. Everything is done for Mr. Adani and Mr. Ambani or for their political organization. അവരെന്ത് ചെയ്യുന്നതും ഒന്നുകിൽ അദാനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അംബാനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടിയാണ്. But if you're a common person, there is nothing for you. നിങ്ങളൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. There is massive unemployment in Kerala. കേരളത്തിൽ വളരെ വിപുലമായ തൊഴിലില്ലായ്മയുണ്ട്.
If you know a left front leader, if you're part of their organization, you can get access to the jobs. നിങ്ങൾക്കൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ അറിയാമെങ്കിൽ നിങ്ങൾ അതുപോലെ ആ സംഘടനയുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. The RSS organization can get anything. The LDF organization can get anything. But the people of Kerala cannot get anything. RSS സംഘടനയ്ക്ക് എന്ത് വേണമെങ്കിലും കിട്ടാം. അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനയ്ക്ക് എന്ത് വേണമെങ്കിലും കിട്ടാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. And that is the difference between the UDF, the Congress, and the LDF and the BJP. ഇതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും മറുവശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. We work for the people of our country. We do not work simply for our organization. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത്. They don't care about the people, they only work for their organization. അവർ ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റി ചിന്തിക്കുന്നതേയില്ല. അവർ പ്രവർത്തിക്കുന്നത് അവരുടെ രാഷ്ട്രീയ സംഘടനകൾക്ക് വേണ്ടി മാത്രമാണ്. I'd like to thank all of you for coming here this evening in this heat. ഈ ചൂടത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. I really appreciate that you've sat here and listened to me so patiently. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടതിൽ അതിനോട് നിങ്ങളോട് ഞാൻ നിങ്ങളെ Please അഭിനന്ദിക്കുന്നു. make our young candidate here win with a thumping majority. വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ ചെറുപ്പക്കാരനായ ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന് ഞാൻ He should get അഭ്യർത്ഥിക്കുന്നു. the biggest margin in Kerala. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. Thank you very much. താങ്ക് യു വെരി മച്ച്. നന്ദി. Thank you, Jyoti.